നമുക്കിത് ശരിയാക്കേണ്ടതുണ്ട് അല്ലെ. നിരൂപകൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം നിരൂപിക എന്നാണോ? അല്ല കേട്ടോ. പിന്നെ എന്താണ്? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ജൂലൈ 4-ാം തീയതി നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. എഴുതാത്തവരായിരിക്കും ഒരുപക്ഷെ കൂടുതലും ഈ വീഡിയോ കാണുന്നത്. അവരെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിശകലനം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് പരീക്ഷ ഇനിയും ഒരുപാട് പരീക്ഷകൾ, ഡിഗ്രി മെയിൻസ് പരീക്ഷയാണെങ്കിലും 10th മെയിൻസ് ആണെങ്കിലും ഒക്കെ ഇനി നടക്കാനുണ്ട്. അതിലൊക്കെ മലയാളം ഉൾപ്പെട്ടിട്ടുമുണ്ട്. ആ പരീക്ഷയിലും ഈ വിശകലനം നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. കാരണം മലയാളത്തിൽ ഈ പറയുന്ന തരതമ ഭേദമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡിഗ്രി ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും 10th ആണെങ്കിലും ഒക്കെ മലയാള ചോദ്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് മിക്കവാറും ഒരുപോലെയാണ് പരീക്ഷകളിൽ കാണാറുള്ളത്. അതുകൊണ്ട് ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ എഴുതുന്നവരാകട്ടെ, +2 യോഗ്യതയുള്ളത് എഴുതുന്നവരാകട്ടെ, ഡിഗ്രി ലെവൽ എഴുതുന്നവരാകട്ടെ, ഏത് ലെവലിലുള്ള പരീക്ഷ എഴുതുന്നവരുമാകട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. മലയാള ചോദ്യങ്ങൾ പ്രത്യേകിച്ചും. കാരണം ലാംഗ്വേജിന്റെ, മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും നിലവാരം മിക്കവാറും ഒരുപോലെ തന്നെയാണ് പോയി കാണുന്നത് കേട്ടോ. അപ്പോ നമ്മുടെക്കാൾ കവിഞ്ഞ യോഗ്യതയുള്ള പരീക്ഷയാണ്, അതുകൊണ്ട് ആ ചോദ്യ പേപ്പർ വിട്ടുകളഞ്ഞേക്കാം എന്നൊരു ധാരണ നിങ്ങൾ വച്ചു പുലർത്തരുത്. മാത്രവുമല്ല, സമീപകാലത്തെ പരീക്ഷകൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റേഷൻ ആണ്. ഇപ്പോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷ, ഇത് കഴിഞ്ഞ വർഷവും ഈ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. മലയാളത്തിലെ ചോദ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, GK-യുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് എന്നുള്ളത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി വേണം ഇനി വരുന്ന ഓരോ PSC പരീക്ഷയെയും നിങ്ങൾ അഭിമുഖീകരിക്കാൻ. കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ജൂലൈ 4-ന് നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. മലയാളം ചോദ്യങ്ങൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പരീക്ഷ എഴുതിയവരാകട്ടെ എഴുതാത്തവരാകട്ടെ കയ്യിലൊരു പേനയും കടലാസും നിർബന്ധമായും കരുതണം. ഞാൻ ഓരോ ചോദ്യം പറഞ്ഞതിന് ശേഷം ഉത്തരം പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളാണ് ഈ പരീക്ഷ എഴുതിയിരുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യുമായിരുന്നു എന്ന് ആ കടലാസിൽ രേഖപ്പെടുത്തുക. അതായത് 1 എന്ന് ചോദ്യ നമ്പർ ഇട്ടിട്ട് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D നിങ്ങൾ മാർക്ക് ചെയ്യണം. അങ്ങനെ മലയാളത്തിൽ നിന്നും സാഹിത്യം വ്യാകരണം വിഭാഗത്തിൽ നിന്നും 13 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ 13 ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് ശരി ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു എന്ന് വിശകലനത്തിന്റെ ഒടുവിൽ നമുക്ക് മനസ്സിലാകും. മലയാള പഠനത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന സ്വയം തിരിച്ചറിവ് നൽകാൻ ഇനി കൂടുതൽ സമയം മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ടോ, അതോ എന്റെ പഠനം തൃപ്തികരമാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനും ഈ സെഷൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ഗൗരവത്തോടുകൂടി ഈ വിശകലനത്തെ പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. കാര്യത്തിലേക്ക് കടക്കാമല്ലോ. ഒന്നാമത്തെ ചോദ്യം, അതായത് മലയാളത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. 1 കവി കവയിത്രി, 2 നിരൂപകൻ നിരൂപിക, 3 അധ്യാപകൻ അധ്യാപിക, 4 അവതാരകൻ അവതാരിക. ഇതിൽ ശരിയായ ജോഡി മാത്രം തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A 2ഉം 3ഉം, ഓപ്ഷൻ B 2ഉം 4ഉം, ഓപ്ഷൻ C 1ഉം 3ഉം, ഓപ്ഷൻ D 1ഉം 4ഉം. ഏതാണ് ശരിയായ ഉത്തരം? അതായത് ശരിയായ എതിർലിംഗ പദങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കിട്ടിയില്ല, കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ശരിയായ ഉത്തരം നിങ്ങൾ കടലാസിൽ രേഖപ്പെടുത്തിയ ശേഷം മാത്രം തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്. 1ഉം 3ഉം മാത്രമാണ് ഇതിൽ ശരിയായത്. കവി കവയിത്രി എന്നുള്ളതും അധ്യാപകൻ അധ്യാപിക എന്നുള്ളതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി രണ്ടും തെറ്റാണ്. ബാക്കിയുള്ളവയുടെ എതിർലിംഗ പദങ്ങൾ ഏതൊക്കെയാണ്? അത് 13 ചോദ്യങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും.
രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ തന്നെ തകരാറുണ്ട് അല്ലെ. റെഡിന്റെ മലയാളം ചുവപ്പല്ല ചെമപ്പാണ് എന്ന് ഞാൻ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോഡി എന്ന് എഴുതിയിരിക്കുന്നതും തെറ്റായ രീതിയിലാണ്. വഴിയെ പറയാം. ഇപ്പോ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. റെഡിന്റെ പര്യായ പദങ്ങളായിട്ട് പരിഗണിക്കാവുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനാണ്. കിട്ടിയോ? ഓപ്ഷൻ എ കരണം ചരണം, ഓപ്ഷൻ ബി ശോണം അരുണം, ഓപ്ഷൻ സി ഹരിണം രുചിരം, ഓപ്ഷൻ ഡി ധരണം സരണം. ഏതാ ശരിയായ ഉത്തരങ്ങൾ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശോണം അരുണം എന്നിവയാണ് ചെമപ്പിന്റെ പര്യായ പദങ്ങളായിട്ട് പരിഗണിക്കാവുന്നത്. കിട്ടിയല്ലോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? കണ്ടോ, ചോദ്യം നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ടേ ഉത്തരം എഴുതാവൂ. ഈ ശരിയായ പ്രസ്താവന എന്ന് കണ്ട ഉടനെ ശരിയായ പ്രസ്താവന കയറി നമ്മൾ മാർക്ക് ചെയ്യും. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താ? ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ വാക്യമേത് എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ബി ഏകദേശം 100 പേർ വരി നിൽക്കുന്നുണ്ട്. സി മലയാള ഭാഷയ്ക്ക് വള്ളത്തോൾ നൽകിയ സംഭാവന മഹത്താണ്. ഓപ്ഷൻ ഡി ഇതിൽ ഏതുമില്ല. ഏതാ ശരിയായ ഉത്തരം? സമയം കൂടുതൽ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, അല്ലെങ്കിൽ മാത്രം ശരിയായ ഉത്തരം എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം എന്നത് തെറ്റായ വാക്യമാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ ശരിയായ വാക്യങ്ങളാണ്. എന്താണ് അതിലെ തെറ്റ്? വഴിയെ പറയാം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? 1 വിഭജിക്കാൻ കഴിയാത്തത് അഭിവാജ്യം, 2 ഋഷിയെ സംബന്ധിച്ചത് ആർഷം, 3 ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം, 4 വൈദ്യം പഠിച്ചവൻ വൈദികൻ. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 3ഉം, ഓപ്ഷൻ ബി 1ഉം 4ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 2ഉം 4ഉം. ഏതാ ശരിയായ ഒറ്റപ്പദങ്ങൾ? കിട്ടിയോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം പറയാൻ പോവുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം. അത് 2ഉം മാത്രമേ ശരിയുള്ളൂ. 1ഉം 4ഉം തെറ്റാണ്. അതെങ്ങനെ ശരിയാക്കാം? വഴിയെ പറയാം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻ എ അഭംഗുരം, ഓപ്ഷൻ ബി അഭംഗുരം, ഓപ്ഷൻ ബി അഭംഗുരം, ഓപ്ഷൻ ഡി അഭംഖുരം. ഏതാ ശരിയായത്? കിട്ടിയോ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അഭംഗുരം. ഇതാണ് ശരിയായ വാക്ക്. ഇത് പദശുദ്ധിയുമാണ്, അതേസമയം ഒറ്റപ്പദം കൂടിയാണ് അല്ലെ. അങ്ങനെ 2 ചോദ്യങ്ങൾ മിക്സ് ചെയ്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോ എളുപ്പത്തിൽ തകരാത്തതിനെ അല്ലെങ്കിൽ ദീർഘകാലം നിലനിൽക്കുന്നതിനെ എന്തു പറയാം? അഭംഗുരം എന്ന് പറയാം. അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. 1 കവിൾ അധികം തടം കവിൾത്തടം, 2 പുതു അധികം കലം പുതുക്കലം, 3 കട അധികം കോൽ കടങ്കോൽ, 4 എരി അധികം തീ എരിതി. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 3 എന്നിവ, ഓപ്ഷൻ ബി 2, 4 എന്നിവ, ഓപ്ഷൻ സി 3, 4 എന്നിവ, ഓപ്ഷൻ ഡി 1, 2 എന്നിവ. ശരിയായ ഉത്തരം കിട്ടിയോ? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം. അതായത് പുതു അധികം കലം പുതുക്കലം, എരി അധികം തീ എരിതി. ഇത് 2ഉം ശരിയായ ജോഡികളാണ്. 1ഉം 3ഉം തെറ്റാണ്. എന്തുകൊണ്ടാണത് തെറ്റിയത്? എങ്ങനെയാണത് ശരിയാക്കേണ്ടത്? അവസാനം പറയാം കേട്ടോ. ഏഴാമത്തെ ചോദ്യം ഇതാണ്. ഇതിൽ ഏതാണ് കേവലക്രിയയോട് ചേർന്ന് നിൽക്കാത്തത് എന്നതാ ചോദ്യം. അതായത്
കേവലക്രിയ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കളിക്കുന്നു, ഓപ്ഷൻ ബി ഇരിക്കുന്നു, ഓപ്ഷൻ സി ചിരിക്കുന്നു, ഓപ്ഷൻ ഡി ഓടിക്കുന്നു. ഇതിൽ കേവലക്രിയയോട് ചേർന്ന് നിൽക്കാത്തത് ഏത് എന്നതാണ് ചോദ്യം. കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓടിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അത് കേവലക്രിയയല്ല, അത് പ്രയോജക ക്രിയയാണ്. എന്താണ് കേവലം, എന്താണ് പ്രയോജകം, ഒടുവിൽ പറയാം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക്. തന്നിരിക്കുന്നവയിൽ വിനിയച്ചം എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. വിനയച്ചം എന്നാണ് കവി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായി പരിഗണിക്കാവുന്നത് ഏത്? ഓപ്ഷൻ എ അറിഞ്ഞ കാര്യം, ഓപ്ഷൻ ബി എടുത്ത പണം, ഓപ്ഷൻ സി പറഞ്ഞു കേട്ടു, ഓപ്ഷൻ ഡി കൊടുത്ത വസ്തു. ഇതിൽ വിനയച്ചത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പറഞ്ഞു കേട്ടു എന്നുള്ളതാണ് വിനയച്ചത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത്. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പീനം എന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ എ പുഷ്ടി, ഓപ്ഷൻ ബി സ്ഥൗല്യം, ഓപ്ഷൻ സി സപീനം, ഓപ്ഷൻ ഡി ശുഷ്കം. ഏതാ ശരിയായത്? പീനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമെങ്കിൽ എളുപ്പം ഉത്തരത്തിലേക്ക് കടക്കാൻ സാധിക്കും. പീനം എന്ന വാക്കിന് വളർച്ചയുള്ളത് അല്ലെങ്കിൽ തടിച്ചത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പീനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിപരീതം വളർച്ചയില്ലാത്തത് അല്ലെങ്കിൽ ഉണങ്ങിയത്, മെലിഞ്ഞത് എന്നർത്ഥം വരുന്ന വാക്ക് ഇതിൽ ഏതാണുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശുഷ്കമാണ് ശരിയായ ഉത്തരം, ശുഷ്കം. പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? കപ്പൽ മുളകിന്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? കപ്പൽ മുളകിന്റെ പര്യായ പദങ്ങൾ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലാത്ത ഒന്നാണ്. കപ്പൽ മുളകിന്റെ പര്യായ പദങ്ങൾ: 1 കൊല്ലമുളക്, 2 ഉപ്പേരി മുളക്, 3 വറ്റൽ മുളക്, 4 പറങ്കി മുളക്. ഇതിൽ ഏതൊക്കെയാണ് കപ്പൽ മുളകിന്റെ പര്യായ പദങ്ങൾ? ശരിയായ ഉത്തരം കിട്ടിയോ? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഈ തന്നിട്ടുള്ളവ എല്ലാം തന്നെ എന്താണ്? കപ്പൽ മുളകിന്റെ പര്യായ പദങ്ങളാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, തന്നിരിക്കുന്നവയെല്ലാം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പൊ ഇങ്ങനെ 10 ചോദ്യങ്ങളാണ് മലയാള വ്യാകരണത്തിൽ നിന്ന് ചോദിച്ചത്. ഇനിയുള്ള 3 ചോദ്യങ്ങൾ കല, സാഹിത്യം, സംസ്കാരം ഈ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അവ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏതു പേരിലാണ് അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ എ വിപുലൻ, ഓപ്ഷൻ ബി ഇരാവാൻ, ഓപ്ഷൻ സി നിരമിത്രൻ, ഓപ്ഷൻ ഡി ദൃഷ്ടൻ. ഏതാ ശരിയായ ഉത്തരം? ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവൽ അവരുടെ 2ാമത്തെ നോവലാണ്. അതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. പലയാവർത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം? പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നിരമിത്രൻ ആണ് ശരിയായ ഉത്തരം. നിരമിത്രൻ. ആത്രേയകത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് നിരമിത്രൻ എന്നാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏത്? 1 യക്ഷഗാനത്തിന് ബലയാട്ടം, വീണ്ടും ഒരു പദശുദ്ധി അല്ലെ, ഒരു തെറ്റ് സംഭവിച്ചിരിക്കുകയാണ് അവിടെ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ബയലാട്ടം എന്നാണ് കേട്ടോ. ലായും യായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ യക്ഷഗാനത്തിന് ബയലാട്ടം എന്ന പേര് കൂടിയുണ്ട്. 2ാമത്തെ പ്രസ്താവന ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. 3 കാസർഗോഡ് ജില്ലയിൽ ഈ കലാരൂപം പ്രചാരത്തിലുണ്ട്. 4 പാർത്ഥി സുബ്ബയ്യയാണ് യക്ഷഗാനത്തിന്റെ പിതാവ്. ഇതിൽ ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ്, ചേർന്ന് നിൽക്കാത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം 4ഉം, ഓപ്ഷൻ ഡി 4 മാത്രം. ഏതാ ശരിയായ ഉത്തരം? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മലയാളത്തിൽ നിന്ന് ചോദിച്ച 13ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂള്
കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ ബെല്ലാരി, ഓപ്ഷൻ ബി കണ്ണൂര്, ഓപ്ഷൻ സി തലശ്ശേരി, ഓപ്ഷൻ ഡി അടയാർ. ഏതാ ശരിയായ ഉത്തരം? ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂള്, അതിൽ ചെറിയൊരു തകരാറുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ സർക്കസ് സ്കൂൾ ആണ് എന്നതാണ് എന്റെ വിചാരം. രണ്ടാമത്തെയാണ്, ആദ്യത്തെ അല്ല കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കൂടിയാണ്. എവിടെയാണ് ഇത് സ്ഥാപിച്ചത്? കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് ചെന്ന് എത്തിയിട്ടുണ്ടാകും അല്ലെ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, തലശ്ശേരിയാണ് അല്ലെ? തലശ്ശേരിയാണ് ശരിയായ ഉത്തരം കേട്ടോ. അപ്പോ 13 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. 13 ചോദ്യങ്ങളുടെയും ഉത്തര സൂചിക ഇവിടെ ഉൾപ്പെടുത്തുന്നു. 1 സി, 2 ബി, 3 എ, 4 സി, 5 എ, 6 ബി, 7 ഡി, 8 സി, 9 ഡി, 10 എ, 11 സി, 12 ബി, 13 സി അല്ലെ? അങ്ങനെ 13 ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. സ്വയം തിരിച്ചറിയുക അല്ലെ? എന്റെ പഠനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുക. കൂടുതൽ സമയം മലയാളത്തിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 11 to 12 ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്. അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കേണ്ടതുണ്ട് എന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കിട്ടിയല്ലോ? അപ്പൊ നമ്മൾ ഇനി എന്തിലേക്ക് കടക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് എന്ന് പറയുമ്പോ ചോദ്യവും അതിന്റെ ഉത്തരവും കണ്ടെത്തൽ മാത്രമല്ല, ബാക്കിയുള്ള 3 ഓപ്ഷനുകളുടെ വിശകലനം അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ വിശദീകരണം കണ്ടെത്തുക എന്നുകൂടി എന്തിനർത്ഥമുണ്ട്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് എന്നതിന് അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് അതിലേക്കാണ്, വിശദാംശങ്ങളിലേക്കും വിശദീകരണത്തിലേക്കും. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനായിരുന്നു. അതിൽ കവി എന്ന വാക്കിന്റെ എതിർലിംഗ പദം കവയിത്രി. ഒത്തിരി തവണ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവസാനത്തെ 2 അക്ഷരത്തിന് മാത്രമാണ് ഇകാരം അല്ലെങ്കിൽ വള്ളിയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? നിങ്ങൾ അത് ഓർത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കവി, കവയിത്രി ശരിയാണ്. പിന്നെ നിരൂപകൻ, നിരൂപിക, ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. അതുപോലെ അവതാരകൻ, അവതാരിക, അതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. പക്ഷെ മൂന്നാമത്തത് നിസ്സംശയം നിങ്ങൾക്കറിയാം അല്ലെ? എന്തറിയാം? അധ്യാപകൻ, അധ്യാപിക എന്നുള്ളതാണ് എതിർലിംഗ പദം. ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും അത് പറയുക തന്നെ ചെയ്യും. അപ്പോ 1ഉം 3ഉം 100% ശരിയാണ് എന്ന് നമുക്ക് സുനിശ്ചിതമായി അറിയാം. അപ്പൊ തന്നെ ഓപ്ഷൻ സിയിൽ എന്ത് കിടപ്പുണ്ട്? 1, 3 എന്നിവ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്നിലേക്കും ചിന്തിക്കേണ്ടതില്ല. ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് ശരിയാക്കേണ്ടതുണ്ട് അല്ലെ? നിരൂപകൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം നിരൂപിക എന്നാണോ? അല്ല കേട്ടോ. പിന്നെ എന്താണ്? നിരൂപക എന്നാണ്. മലയാളത്തിലെ ഭൂരിഭാഗം വാക്കുകൾക്കും എതിർലിംഗ പദം കിട്ടുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഇകാരം അല്ലെങ്കിൽ വള്ളി ഇടുമ്പോഴാണ് അല്ലെ? ഉദാഹരണത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രക്ഷകൻ, രക്ഷിക, ഗായകൻ, ഗായിക, നായകൻ, നായിക, സമ്പാദകൻ, സമ്പാദിക, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് മലയാളത്തില്. ഭൂരിഭാഗം വാക്കുകളുടെയും എതിർലിംഗ പദം കിട്ടുന്നത് സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഇകാരം അല്ലെങ്കിൽ വള്ളി ഇടുമ്പോഴാണ്. പക്ഷേ നിരൂപകന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുപോലെ അവതാരകൻ, അവതാരിക. അവതാരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രിഫേസ് അഥവാ ആമുഖമാണ്. പുസ്തകങ്ങളുടെയൊക്കെ തുടക്കത്തിൽ കൊടുക്കുന്നതിനെയാണ് അല്ലെ? ആ പുസ്തകത്തിലേക്ക് കടന്നു കയറാൻ നമ്മെ സഹായിക്കുന്ന ചില പ്രസ്താവനകളോ സൂചനകളോ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ അനുഭവമോ ഒക്കെയാണ് എവിടെ ഉൾപ്പെടുത്തുന്നത്? അവതാരികയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഒരു നിരൂപകന്റെ അഭിപ്രായവും ആകാം എവിടെ ഉൾപ്പെടുത്തുന്നത്? പുസ്തകത്തിന്റെ അവതാരികകളിൽ ഉൾപ്പെടുത്തുന്നത്. അത് പുസ്തകത്തിന്റെ ആമുഖമാണ് അവതാരിക. ഇവിടെ അവതരിപ്പിക്കുന്നവൾ എന്നർത്ഥം വരുന്ന പദമാണ് വേണ്ടത്. അതെന്താണ്? അവതാരകയാണ് കേട്ടോ. അവതാരക എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. കിട്ടിയല്ലോ? അപ്പോ 4 വാക്കുകളുടെയും എതിർലിംഗ പദങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കവി, കവയിത്രിയാണ്. അധ്യാപകൻ, അധ്യാപികയാണ്. നിരൂപകൻ, നിരൂപകയാണ്. നിരൂപികയല്ല, നിരൂപകയാണ്. അതുപോലെ അവതാരകൻ, അവതാരികയല്ല, അവതാരക എന്നുള്ളതാണ് എതിർലിംഗ പദം. അടുത്ത ചോദ്യത്തിലേക്ക്.
ചുവപ്പ് അവിടെ തന്നെ കിടപ്പുണ്ട് അല്ലെ, രണ്ട് തെറ്റുകൾ കിടപ്പുണ്ട്. ചുവപ്പല്ല, നമുക്കറിയാം എന്താണ് ചെമപ്പ് എന്നുള്ളതാണ് റെഡിന്റെ മലയാളം, നമുക്കറിയാം. അതുപോലെ ജോഡി, പെയർ എന്ന അർത്ഥത്തിൽ ജോഡി ഇങ്ങനെയാണ് എഴുതേണ്ടത്. ജഡം എന്നൊക്കെ എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ജഡായു എന്ന് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത്. യെസ്. അപ്പൊ നോക്കിക്കേ, റെഡിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ശോണം, അരുണം എന്നിവ എന്താണ്? ചെമപ്പ് എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. കരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കരം എന്ന് പറഞ്ഞാൽ കൈയാണ്, ചരണം എന്ന് പറഞ്ഞാൽ കാലാണ്. കരണം എന്ന വാക്കിന് കവിൾ എന്നർത്ഥമുണ്ട് അല്ലെ, കരണക്കുറ്റിക്കിട്ട് അടിക്കുക എന്ന വാക്ക് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് ഒരു അർത്ഥം കൂടിയുണ്ട്, ഉപകരണം എന്നുകൂടി അർത്ഥം വരുന്ന പദമാണ് കേട്ടോ കരണം. പിന്നെ ഹരിണം, ഹരിണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിണം മാനിന്റെ പര്യായമാണ്. രുചിരം എന്നതിന് മനോഹരമെന്നും സ്വാദുള്ളത് എന്നും അർത്ഥം വരുന്ന പദമാണ്. ധരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യോഗ ചെയ്യുമ്പോൾ നടത്തുന്ന ഒരു യോഗ സൂത്രമാണ് ധരണം എന്ന് പറയുന്നത്. എന്താണെന്ന് വഴിയെ പറയാം. അതുപോലെ സരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സരണി എന്ന വാക്കിന് വഴി എന്നർത്ഥമുണ്ട്, പാത, മാർഗം എന്നർത്ഥമുണ്ട്. സരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒഴുക്ക് അല്ലെങ്കിൽ ഗമനം. ആ നദി ഒഴുകുന്നതിനെയാണ് എന്ത് പറയുന്നത്? സരണം എന്ന് പറയുന്നത്. സരണി നദി എന്നും വഴിയെന്നും അർത്ഥം വരുന്ന പദമാണ് കേട്ടോ. നോക്കിക്കേ, കരം കൈയാണ് അല്ലെ, ചരണം കാലാണ്. കരണം എന്ന് പറഞ്ഞാലോ ഉപകരണമാണ്. ഹരിണം കലമാനാണ്. പേടമാനിനെ എന്താ പറയുന്നത്? ഹരിണി എന്നാണ് പറയുന്നത്. രുചിരം എന്ന വാക്കിന് സ്വാദുള്ളതെന്നും അർത്ഥമുണ്ട്, മനോഹരമായത് എന്നും അർത്ഥമുണ്ട്. സരണം എന്ന വാക്കിനോ ഒഴുക്കല്ലെങ്കിൽ ഗമനം എന്നാണ് അർത്ഥം. ഇനി ധരണമുണ്ട് അല്ലെ. എന്താണ് ധരണം? നോക്കിക്കേ, പതഞ്ജലിയുടെ യോഗസൂത്ര പ്രകാരം അഷ്ടാംഗ യോഗത്തിലെ 6ാമത്തെ പടിയെയാണ് ധരണ അല്ലെങ്കിൽ ധരണം എന്ന് പറയുന്നത്. മനസ്സിനെ ഒരേ ഒരു ബിന്ദുവിലോ വസ്തുവിലോ ആശയത്തിലോ മാത്രം കേന്ദ്രീകരിച്ച് ഉറപ്പിച്ചു നിർത്തുന്ന ഏകാഗ്രതയെയാണ് യോഗസൂത്രത്തിൽ എന്തു പറയുന്നത്? ധരണം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പ്രസ്താവന അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. നമ്മളത് കണ്ടെത്തി കഴിഞ്ഞു. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. തീർച്ചയായും തന്നെ രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ടോ? ഇല്ല, രണ്ടിനും ഒരേ അർത്ഥമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഈ വാക്യം എങ്ങനെ ശരിയാക്കാം? ഒന്നുകിൽ അരുതായ്മകളെ തീർച്ചയായും എതിർക്കണം, അല്ലെങ്കിലോ അരുതായ്മകളെ എതിർക്കുക തന്നെ വേണം. രണ്ടും കൂടി പ്രയോഗിക്കരുത്, ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? വിഭജിക്കാൻ കഴിയാത്തത് അഭിവാജ്യം, തെറ്റ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ശരി. ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം, ശരി. വൈദ്യം പഠിച്ചവൻ വൈദികൻ, തെറ്റ്. അല്ലെ, ഇതൊക്കെ എത്രയോ തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എത്രയോ തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിഭജിക്കാൻ കഴിയാത്തതിനെ എന്താ പറയുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ അല്ലെ. അവിഭാജ്യം എന്നാണ് പറയുന്നത് കേട്ടോ. അവിഭാജ്യം എന്നാണ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികമാണ്. വൈദ്യം പഠിച്ചവൻ വൈദികനല്ല, പിന്നെ ആരാ? വൈദ്യനാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ അത് തെറ്റിക്കാൻ യാതൊരു സാധ്യതയുമില്ല അല്ലെ. ചില ഒറ്റപ്പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. വിഭജിക്കാൻ കഴിയാത്തത് അവിഭാജ്യമാണ്. കൺഫ്യൂഷൻ ആകുന്ന രണ്ട് പദങ്ങളാണ് അവിഭാജ്യവും അവിഭക്തവും. അവിഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്, അവിഭക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിക്കാത്തത്. അതിനെയാണ് എന്തു പറയുന്നത്? അവിഭക്തം. വൈദ്യം പഠിച്ചവൻ ആരാ? വൈദ്യനാണ്. അപ്പൊ വൈദികൻ ആരാണ്? വേദം പഠിച്ചവനെയാണ് എന്തു പറയുന്നത്? വൈദികൻ എന്ന് പറയുന്നത്. ആത്മികം ആത്മാവിനെ സംബന്ധിച്ചതാണ്. അപ്പൊ ആത്മീയം എന്താണ്? തന്നെ സംബന്ധിച്ചത്, അവനവനെ സംബന്ധിച്ചത്, അതിനെയാണ് എന്തു പറയുന്നത്? ആത്മീയം എന്ന് പറയുന്നത്. അപ്പൊ വേറൊരു സംശയം ഉണ്ടാകാം, ഈ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുമ്പോ എന്താണ്? അവനവനെ കുറിച്ചുള്ള കാര്യങ്ങളാണോ? അല്ല,
ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളെയാണല്ലോ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുക. പിന്നെ എന്താ ഇവിടെ തന്നെ സംബന്ധിച്ചത് എന്ന് കൊടുത്തിട്ടുള്ളത്? ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് അല്ലെ. ഈശ്വരനെ സംബന്ധിച്ചത് എന്ന് പറയുമ്പോൾ അത് അവനവനെ സംബന്ധിച്ചത് കൂടിയാകുന്നു. ആ അർത്ഥത്തിലാണ് ആത്മീയം എന്ന വാക്കിന് വിശേഷാർത്ഥത്തിൽ ഈശ്വര സംബന്ധമായത് എന്ന അർത്ഥം നമ്മൾ കൽപ്പിക്കുന്നത്. കിട്ടിയോ? മാറിപ്പോകരുത്. ആത്മികം ആത്മാവിനെ സംബന്ധിച്ചതാണ്, ആത്മീയം തന്നെ സംബന്ധിച്ചതാണ്, അതായത് അവനവനെ സംബന്ധിച്ചതാണ്. അടുത്തത് എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം, കണ്ടോ എന്തുമാത്രം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് നോക്കിക്കേ. ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാ? ഭംഗുരമാണ്. ബാക്കി 3 വാക്കുകളും തെറ്റാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പദശുദ്ധിയുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടുകൂടിയാണ്. ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അല്ലെ. വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും നമുക്കിത് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. നോക്കിക്കേ, ഭംഗുരം എന്ന വാക്കിന്റെ വിപരീതമാണ് അഭംഗുരം. അഭംഗുരം നാശമില്ലാത്തതാണ്, നശിക്കാൻ സാധ്യതയുള്ളതിനെ ഭംഗുരം എന്ന് വിളിക്കാം. ഇതുപോലെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് അടിക്കുന്ന ചില പ്രയോഗങ്ങൾ, വിപരീത പദങ്ങളിൽ വരുന്ന ചില പദങ്ങൾ ഒന്ന് പരിശോധിക്കാം. ക്ഷണികം. ക്ഷണികം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം മാത്രം നീണ്ടു നിൽക്കുന്നത്. ശാശ്വതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, നശിക്കാൻ സാധ്യതയുള്ളത് എന്നാണ്. അനശ്വരം എന്ന് പറഞ്ഞാലോ എല്ലാ കാലവും നിലനിൽക്കുന്നതാണ്. കിട്ടിയല്ലോ? വളരെ പ്രധാനപ്പെട്ടത്. ഇനി വരുന്ന പരീക്ഷകളിലും ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ദേ വീണ്ടും ജോഡി തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. കവിൾത്തടം തെറ്റാണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണോ? അല്ല, ഇത് ശരിയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷെ ചോദ്യകർത്താവിന് മാറിപ്പോയതാകാം. പുതുവധികം കലം പുതുക്കലം ഉത്തരപദാദിയിലുള്ള കകാരം ഇരട്ടിക്കുന്നു. സ്വാഭാവികമായ ദ്വിത്വസന്ധിക്കുള്ള ഉദാഹരണമാണ്. അത് ശരിയാണ്. കട അധികം കോല് കടങ്കോല് എന്നാണോ വരുന്നത്? അല്ല, അതും തെറ്റാണ്. കടകോൽ എന്നാണ് വരുന്നത്. കാരണം പറയാം. എരി അധികം തീ എരിത്തി, ഇവിടുത്തെ താ ഇരട്ടിക്കുവോ? ഇല്ല, എരിതി എന്നേ വരുവുള്ളൂ. ഇതും ശരിയാണ്. ഇതിന്റെ കാര്യകാരണങ്ങൾ അടക്കം ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ കാരണം? ഒന്നാമത്തതിൽ നിന്ന് തുടങ്ങാം. കവിൾ അധികം തടം കവിൾത്തടം. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഇവിടുത്തെ തകാരം ഇരട്ടിക്കണം എന്നായിരിക്കും. പക്ഷെ ഇത് ഇരട്ടിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ? ചില്ലക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന വർണ്ണം ഇരട്ടിക്കേണ്ടതില്ല എന്ന പുതുക്കിയ നിലപാടനുസരിച്ച് അല്ലെ, എന്തിന്റെ ആവശ്യമില്ല? കവിൾത്തടം എന്ന് എഴുതുമ്പോൾ 2 തായുടെ ആവശ്യമില്ല, 1 താ മതിയാകും. ഒരു പക്ഷെ ചോദ്യകർത്താവ് അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ പുതുക്കലം ഒന്നും പറയാനില്ല, കാ ഇരട്ടിക്കുന്നു, സ്വാഭാവികമായ ദ്വിത്വസന്ധിയാണ്. കട അധികം കോൽ. കട എന്ന കേവല ധാതുവാണ് പൂർവപദമായിട്ട് വന്നിട്ടുള്ളത്. പൂർവപദം കേവല ധാതുവാണെങ്കിൽ ഇരട്ടിപ്പ് സംഭവിക്കേണ്ടതില്ല എന്ന ദ്വിത്വസന്ധിയുടെ അപവാദ നിയമപ്രകാരം കട അധികം കോൽ എന്തു മതി? കടകോൽ എന്നു മതി. അതേ നിയമം തന്നെയാണ് അടുത്ത ഉദാഹരണത്തിലും. എരി അധികം തീ. എരി എന്ന വാക്ക് എന്താണ്? ധാതുവാണ്. ധാതു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും അക്ഷരങ്ങളോ അല്ലെങ്കിൽ പ്രത്യയങ്ങളോ വാക്കുകളോ ഒക്കെ ചേരുമ്പോഴായിരിക്കും ധാതുക്കൾക്ക് അർത്ഥം സിദ്ധിക്കുന്നത്. എരി എന്ന വാക്ക് മാത്രമായിട്ട് പറഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. ഒന്നുകിൽ വ എന്ന ശബ്ദം ചേരണം, എരിവ് എന്നാകണം, അല്ലെങ്കിൽ എരിത്തി എന്ന് ചേരണം, അപ്പോഴാണ് അർത്ഥം സിദ്ധിക്കുന്നത്. കിട്ടിയല്ലോ? അപ്പൊ അത്തരത്തിലുള്ള കേവല ധാതുക്കൾ പൂർവപദമായിട്ട് വന്നാൽ എന്തു ചെയ്താൽ മതി? പൂർവപദത്തെയും ഉത്തരപദത്തെയും വെറുതെ ചേർത്തെഴുതിയാൽ മതി. അവിടെ ഇരട്ടിക്കേണ്ടതില്ല. അങ്ങനെ എരി അധികം തീ എരിതിയാണ്. കിട്ടിയല്ലോ? ഇതാണ് ആ കാരണം കേട്ടോ. പൂർവപദം കേവല ധാതുവാണെങ്കിൽ ദ്വിത്വം സംഭവിക്കില്ല. പക്ഷേ സന്ധിയെ ദ്വിത്വമായിട്ട് പരിഗണിക്കണം. എന്താണ് കേവല ധാതുക്കൾ? സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും അന്യപദങ്ങളോടോ പ്രത്യയങ്ങളോടോ കൂടിച്ചേരുമ്പോൾ മാത്രം അർത്ഥം സിദ്ധിക്കുന്നതുമായ വാക്കിന്റെ മൂലരൂപത്തെയാണ് കേവല ധാതുക്കൾ എന്ന് പറയുന്നത്. ഇവിടെ കട എന്ന വാക്ക് കണ്ടോ? ഈ വാക്കിന് ഷോപ്പ് എന്നാണോ അർത്ഥം? അല്ല കേട്ടോ.
കടയുക എന്ന ക്രിയയുടെ ധാതുവാണ് കട. കണ്ടോ, കടയുക എന്ന ക്രിയ എന്തിൽ നിന്നുണ്ടായി? അതിന്റെ മൂലരൂപമായ കട എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ധാതു സന്ധി സംഭവിക്കുമ്പോൾ പൂർവപദമായിട്ട് വന്നാൽ ഇരട്ടിപ്പ് സംഭവിക്കില്ല, പക്ഷെ സന്ധി എന്തായിരിക്കും? ദ്വിത്വസന്ധിയായിരിക്കും. ഇതുപോലെ തന്നെയാണ് എരിവ് എന്ന വാക്കിന്റെ ധാതുവാണ് എരി. എരുതിയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് കേട്ടോ. പൂർവപദം ധാതുവായിട്ട് വന്നതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കാതിരുന്നത്? ഇരട്ടിപ്പ് സംഭവിക്കാതിരുന്നത്. പക്ഷെ സന്ധി ഏതെന്ന് ചോദിച്ചാൽ എന്തു പറയണം? ദ്വിത്വസന്ധിയാണ്. മൺ അധികം കലം, മൺകലം. മണ്ണ് എന്ന വാക്ക് ഏത് ധാതുവിൽ നിന്നാണ് ഉണ്ടായത്? മൺ എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോ ഒറ്റയ്ക്ക് അല്ലെ മൺ എന്ന് മാത്രമായിട്ട് നമ്മൾ പ്രയോഗിക്കാറുണ്ടോ? ഇല്ല. മൺകലം, മൺകുടം എന്നൊക്കെ പ്രയോഗിക്കും. അല്ലെങ്കിലോ മണ്ണ്, ഒരു ണ കൂടി ഇതിനോട് ചേർക്കും. അപ്പോഴാണ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് ആ വാക്കിന് എന്തുള്ളത്? നിലനിൽപ്പുള്ളത്. അല്ലാതെ അത് പ്രയോഗിക്കാൻ സാധ്യമല്ല. ഇതുപോലെ തന്നെ കൺമഷി അല്ലെ, കൺമഷി എന്ന വാക്ക് നോക്കിക്കേ, പൂർവപദം കൺ എന്നാണ്. കൺ എന്ന് മാത്രമായിട്ട് നമ്മൾ പ്രയോഗിക്കാറുണ്ടോ? ഇല്ല. ഒന്നുകിൽ കണ്ണ് എന്ന് പ്രയോഗിക്കും, അല്ലെങ്കിലോ കൺമഷി, കൺപീലി തുടങ്ങിയ വാക്കുകൾ, മഷി, പീലി തുടങ്ങിയ വാക്കുകൾ അതിനോട് ചേർത്തേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാവില്ല. ചില അക്ഷരങ്ങളോ ചില പ്രത്യയങ്ങളോ ചില വാക്കുകളോ ചേർക്കുമ്പോൾ മാത്രമായിരിക്കും ഇത്തരം വാക്കുകൾക്ക് അർത്ഥം സിദ്ധിക്കുന്നത്. അത്തരം പദങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. എന്താണ് ധാതുക്കളുടെ പ്രാധാന്യം? വാക്കുകളുടെ മൂലരൂപമാണ്. ആ മൂലരൂപത്തിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടായത് എന്നതാണ് ഈ മൂലരൂപത്തിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ പ്രാധാന്യം. കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ധാതുക്കൾ പൂർവപദമായിട്ട് വന്നാൽ ഇരട്ടിപ്പ് സംഭവിക്കില്ല, പക്ഷേ സന്ധി എന്തായിരിക്കും? ദ്വിത്വസന്ധിയായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക്, കേവലക്രിയയോട് ചേർന്ന് നിൽക്കാത്തത് ഏതാണ്? ഓടിക്കുന്നു എന്നുള്ളതാണ്. ഓടിക്കുന്നു എന്നുള്ളത് എന്തിന് ഉദാഹരണം? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. എന്താണ് പ്രയോജക ക്രിയ? ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന ക്രിയകളെയാണ് എന്തു പറയുന്നത്? പ്രയോജക ക്രിയകൾ എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യണമെന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അതിനെ എന്തു പറയാം? പ്രയോജക ക്രിയ എന്ന് പറയാം. അപ്പൊ കേവലക്രിയ എന്താണ്? എനിക്ക് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തു. അതിനെയാണ് എന്തു പറയുന്നത്? കേവലക്രിയ എന്ന് പറയുന്നത്. ദാ നോക്കൂ, ആരുടെയും നിർബന്ധമില്ലാതെ സ്വയം ചെയ്യുന്ന ക്രിയകൾ കേവലക്രിയകൾ. എനിക്ക് കളിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കളിച്ചു. എനിക്ക് ഇരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ഇരുന്നു. എനിക്ക് ചിരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചിരിച്ചു. ഇതൊക്കെ ആരുടെയും നിർബന്ധമില്ലാതെ സ്വയം ചെയ്തതാണ്. ഇനി ഇതൊക്കെ ആരെങ്കിലും നിർബന്ധിച്ചാണ് ചെയ്തിരുന്നത് എങ്കിലോ കളിക്കുന്നു, കളിപ്പിക്കുന്നു എന്നായി മാറിയേനെ. ഇരിക്കുന്നു, ഇരുത്തുന്നു എന്നായിട്ട് മാറിയേനെ. ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു എന്നായി മാറിയേനെ. ഓടുന്നു എന്ന കേവലക്രിയ ഓടിക്കുന്നു എന്ന പ്രയോജക ക്രിയയായി മാറിയേനെ. കിട്ടിയല്ലോ. ആരുടെയും നിർബന്ധമില്ലാതെ സ്വയം ചെയ്യുന്ന ക്രിയകൾ കേവലക്രിയകളാണ്. നിർബന്ധിച്ച് ചെയ്യിക്കുന്നവയാണ് എന്ത്? പ്രയോജക ക്രിയകൾ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിനയച്ചം. വീണ്ടും അല്ലെ, വീണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വിനയച്ചം എന്നുള്ളതാണ്. വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയച്ചവും പേരച്ചവും ഉണ്ട്. പേരച്ചം നാമവിശേഷണമാണ്, വിനയച്ചം ക്രിയാവിശേഷണമാണ്. അതിലുപരി ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിച്ചാലാണ് അത് എന്താകുന്നത്? വിനയച്ചമാകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് വിശേഷ്യം അല്ലെങ്കിൽ വലതുവശത്തുള്ള പദം, അതുമല്ലെങ്കിൽ രണ്ടാമത്തെ വാക്ക് നാമമാണോ ക്രിയയാണോ എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. കാര്യം എന്ന വാക്ക് അത് ക്രിയയല്ല, അപ്പൊ അത് നാമത്തിൽ പെടുന്നു. പണം എന്ന വാക്ക് ക്രിയയല്ല, അപ്പൊ അതും നാമം തന്നെ. വസ്തു എന്ന വാക്ക് ക്രിയയല്ല, അതും എന്ത് തന്നെയാണ്? നാമം തന്നെയാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നാമത്തിന് വിശേഷണമായിട്ടൊരു പദം വന്നാൽ നമുക്കതിനെ നാമവിശേഷണം അല്ലെങ്കിൽ പേരച്ചമായി മാത്രമേ പരിഗണിക്കാൻ സാധിക്കൂ. ഇവിടെ പറഞ്ഞു കേട്ടു എന്ന ഉദാഹരണം, പറയുക എന്നുള്ളതും കേൾക്കുക എന്നുള്ളതും ക്രിയകളാണ്. ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിച്ചാലാണ് അതിനെ എന്ത് വിളിക്കുക? വിനയച്ചം എന്ന് വിളിക്കുക. അപ്പൊ പറഞ്ഞു കേട്ടു എന്നുള്ളത് മാത്രമാണ് ഇവിടെ വിനയച്ചത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. കണ്ടോ?
ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നതാണ് വിനയച്ചം. പറഞ്ഞു കേട്ടു, കണ്ട് ചിരിച്ചു, കേട്ട് കരഞ്ഞു. ഇവിടെ അല്ലെ 3 ജോഡികളിലെയും 2 പദങ്ങളും എന്ത് തന്നെയാണ്? ക്രിയകൾ തന്നെയാണ്. പറയുക എന്നുള്ളതും കേൾക്കുക എന്നുള്ളതും ക്രിയയാണ്. കാണുക എന്നുള്ളതും ചിരിക്കുക എന്നുള്ളതും ക്രിയയാണ്. കേൾക്കുക എന്നുള്ളതും കരയുക എന്നുള്ളതും എന്തു തന്നെയാണ്? ക്രിയകൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണം? വിനയച്ചത്തിന് ഉദാഹരണം. ഇനി എന്താണ്? പേരച്ചമല്ല, പേരച്ചം അല്ലെ? പേരച്ചം, പേര് അധികം യച്ചം, പേരച്ചം. പേരച്ചമാണ് നാമവിശേഷണം. നാമവിശേഷണം വെറുതെ എല്ലാ വിശേഷണങ്ങളും എന്താവില്ല? പേരച്ചമാവില്ല. നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് പേരച്ചമാകുന്നത്. അറിഞ്ഞ കാര്യം അല്ലെ? കാര്യം എന്ന നാമപദത്തെ അറിഞ്ഞ എന്ന ക്രിയ കൊണ്ട് വിശേഷിപ്പിച്ചു, അതുകൊണ്ട് അത് പേരച്ചമാണ്. പണം എന്ന നാമപദത്തെ എടുക്കുക എന്ന ക്രിയ കൊണ്ട് വിശേഷിപ്പിച്ചു, അതും എന്ത് തന്നെയാണ്? പേരച്ചമാണ്. വസ്തു എന്ന നാമപദത്തെ കൊടുക്കുക അല്ലെങ്കിൽ കൊടുത്ത എന്ന ക്രിയ കൊണ്ട് വിശേഷിപ്പിച്ചു, അതും എന്തു തന്നെയാണ്? പേരച്ചം തന്നെയാണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പീനം എന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക. എന്താണ്? ശുഷ്കമാണ്. പീനം എന്ന് പറഞ്ഞാൽ തടിച്ചത്, വളർന്നത് എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ വിപരീതം മെലിഞ്ഞത് അല്ലെങ്കിൽ ഉണങ്ങിയത് എന്നർത്ഥം വരുന്ന ശുഷ്കമാണ്. ബാക്കിയുള്ള വാക്കുകൾ കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. പുഷ്ടി എന്ന വാക്കിന് ഏതർത്ഥം തന്നെയാണ്? പീനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് കേട്ടോ ഉള്ളത്. പോഷണം, കരേറ്റം, അഭിവൃദ്ധി പ്രാപിച്ച അവസ്ഥയാണ്. പുഷ്ടിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിവൃദ്ധി പ്രാപിക്കുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിപരീതമായിട്ട്, പുഷ്ടിയുടെ വിപരീതമായിട്ട് ഏതൊക്കെ വാക്കുകൾ വരാം? അപജയം എന്ന വാക്ക് വരാം. ക്ഷയിക്കുക അല്ലെ? ക്ഷയം, ക്ഷയം എന്ന് പറഞ്ഞാൽ നശിക്കുക, ഇല്ലാതാവുകയാണ് അല്ലെ? വൃദ്ധിയുടെ വിപരീതമായിട്ട് ക്ഷയം പ്രയോഗിക്കാറുണ്ടല്ലോ. അങ്ങനെ പുഷ്ടിയുടെ വിപരീതമായിട്ടും ക്ഷയം എന്ന വാക്ക് ഉപയോഗിക്കാം. സ്ഥൗല്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ഥൂലത അല്ലെങ്കിൽ വലുപ്പം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? മെലിഞ്ഞത് എന്ന അർത്ഥം വരുന്ന കാർശ്യം എന്ന വാക്ക് ഉപയോഗിക്കാം. കാർശ്യം എന്ന വാക്ക് എന്തിൽ നിന്നുണ്ടായതാണ്? കൃശം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. കൃശം മെലിഞ്ഞത്, മേധുരം തടിച്ചത്. അപ്പൊ മേധുരം എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഏതും? സ്ഥൗല്യവും. കിട്ടിയല്ലോ. അടുത്തത് സപീതി. സപീനം എന്ന വാക്കാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലെ? സപീനം ഒന്നിച്ചിരുന്നു കുടിക്കുക എന്ന അർത്ഥത്തിൽ അല്ലെ? പീന അല്ലെ? പാനി പീന ഹിന്ദിയിൽ നിന്ന് കടന്നു വന്ന വാക്കാണ്. നമ്മൾ പാനം ചെയ്യുക എന്നാണ് സംസ്കൃതത്തിൽ നിന്ന് വരുമ്പോൾ അത് പ്രയോഗിക്കുക. പീനം എന്ന വാക്കും കുടിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ സപീനം എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഒന്നിച്ചിരുന്ന് കുടിക്കുക എന്നായിട്ട് മാറും. പക്ഷെ മലയാളത്തിൽ പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ശബ്ദധാരാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപീനം എന്ന വാക്കല്ല, പിന്നെയോ സപീതി എന്ന വാക്കാണ് കേട്ടോ. ഒന്നിച്ചിരുന്ന് കുടിക്കുന്നതിനെ പറയുന്നത് സപീതി എന്നാണ്. സപീതി. ഓക്കെ, ശരി. അടുത്തത് കപ്പൽ മുളകിന്റെ പര്യായമായി പ്രയോഗിക്കാവുന്നത്. ഈ തന്നിട്ടുള്ളതിലെല്ലാം തന്നെ എന്താണ്? കപ്പൽ മുളകിന്റെ പര്യായ പദങ്ങളാണ്. മുൻപ് ഒരു പരീക്ഷയിലും ഈ ചോദ്യം കടന്നു വന്നിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് കേട്ടോ. കൊല്ലമുളക്, വറ്റൽമുളക്, ഉപ്പേരിമുളക്, പറങ്കിമുളക്, ഇതൊക്കെ എന്താണ്? ഇതാ നമ്മുടെ വീട്ടിൽ കടുക് വറുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? കപ്പൽ മുളക് അല്ലെങ്കിൽ കൊല്ലമുളക് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാര് കൊണ്ടുവന്ന മുളക് എന്ന അർത്ഥത്തിലാണ് അതിനെ എന്ത് വിളിച്ചത്? പറങ്കി മുളക് എന്ന് വിളിച്ചത്. അവര് വന്നത് എന്തിലായിരുന്നു? കപ്പലിലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? കപ്പൽ മുളക് എന്ന് വിളിച്ചത്. ഇനി കൊല്ലമുളക് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഈ കൊല്ലമുളക് അല്ലെങ്കിൽ കൊല്ലം എന്ന ജില്ല കേരളത്തിലെ ഒരു ജില്ലയാണെങ്കിൽ പോലും അതൊരു വിശേഷപ്പെട്ട തുറമുഖമായതുകൊണ്ട് എല്ലാ വൈദേശിക വസ്തുക്കളും കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് കൊല്ലത്തായതുകൊണ്ട് വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ കൊല്ലം ചേർത്ത് വിശേഷിപ്പിക്കാൻ തുടങ്ങി. കൊല്ലമുളക്, കൊല്ലമാവ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അങ്ങനെ കൊല്ലം എന്ന ജില്ലയുമായിട്ട് കൊല്ലമുളകിന് വന്ന ബന്ധം ഇത്തരത്തിലാണ്. പിന്നെ വറ്റൽമുളക് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വറ്റിച്ചെടുത്ത ഉണക്കമുളക് എന്ന അർത്ഥത്തിലാണ് ഈ മുളകിനെ വറ്റൽ മുളക് എന്ന് വിളിച്ചത്. കിട്ടിയല്ലോ, കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ആത്രേയകം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് ശിഖണ്ഡി എന്ന അല്ലെ മഹാഭാരതത്തിലെ നമുക്ക് സുപരിചിതനായ കഥാപാത്രത്തിന്റെ ചേഷ്ടകളോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് ആത്രേയകത്തിലെ കേന്ദ്ര കഥാപാത്രമായ നിരമിത്രൻ. ഇതാണ് ആത്രേയകം എന്ന നോവലിന്റെ കവർ ചിത്രം. എഴുതിയത് ആർ രാജശ്രീയാണ്. ആദ്യത്തെ നോവലിലൂടെ തന്നെ വളരെ പ്രസിദ്ധയായി തീർന്ന വ്യക്തിത്വമാണ്. അധ്യാപികയാണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിന് അല്ലെ കാസർഗോഡിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച ആ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വരെ ലഭിച്ചിരുന്നു. അവരുടെ രണ്ടാമത്തെ നോവലിന്റെ പേരാണ് എന്ത്? ആത്രേയകം. മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലാണ്. അംബ ഭീഷ്മരെ അല്ലെ ഭീഷ്മർ തട്ടിക്കൊണ്ടുവന്നതിന്റെ പേരിൽ അടുത്ത ജന്മത്തിൽ ഞാൻ നിന്നെ കൊന്നിരിക്കും എന്ന ശപഥത്തോടുകൂടി അഗ്നിയിൽ ചാടി മരിച്ച അല്ലെ ആത്മാഹുതി ചെയ്ത അംബ എന്ന കഥാപാത്രത്തെ നമുക്കറിയാം. അംബയാണ് പിൽക്കാലത്ത് മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് ശിഖണ്ഡിയായിട്ട് പുനർജനിക്കുകയും ഭീഷ്മരെ കൊല്ലുകയും ചെയ്യുന്നത്. അപ്പൊ ആ കഥാപാത്രത്തെ മഹാഭാരതത്തെ മൊത്തത്തിൽ ആ ശിഖണ്ഡിയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണാനുള്ള ശ്രമമാണ് ആത്രേയകം എന്ന നോവലിൽ സംഭവിച്ചിട്ടുള്ളത്. നിരമിത്രൻ എന്ന കഥാപാത്രമായിട്ടും നിരമിത്രയായിട്ടും രണ്ടു തരത്തിലുള്ള വിശേഷണവും ആത്രേയകം എന്ന നോവലിൽ കൊടുത്തു കാണുന്നു. എന്നാൽ കൗതുകകരമായ കാര്യം ശിഖണ്ഡി എന്ന വാക്ക് നോവലിൽ ഒരിടത്തു പോലും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദ്രുപദപുത്രനായ നിരമിത്രൻ എന്നാണ് പറഞ്ഞു കാണുന്നത് കേട്ടോ. യെസ്, ആർ രാജശ്രീയുടെ ആദ്യത്തെ നോവലാണേത്? കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. രണ്ടാമത്തെ നോവലാണ് ആത്രേയകം. ഇവർക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് തന്നെ? ആദ്യത്തെ നോവലായ കല്യാണിക്കും ദാക്ഷായണിക്കും കിട്ടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. പിന്നെ നായികാ നിർമ്മിതി വഴിയും പൊരുളും എന്ന പേരിൽ ഒരു ഗവേഷണ പ്രബന്ധം അവരുടേതായിട്ടുണ്ട്. മറ്റൊരു പഠനമാണ് അപസർപ്പക ആഖ്യാനങ്ങൾ ഭാവനയും രാഷ്ട്രീയവും എന്നത്. അവർ മൂന്നാമത്തെ നോവലിന്റെ പണിപ്പുരയിലാണ്, അല്ലെങ്കിൽ അതിപ്പോ ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ നോവലിന്റെ പേരാണ് കമലാ ലക്ഷ്മണം എന്നുള്ളത്. പുസ്തകമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഓരോ അധ്യായങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി വരുന്ന പരീക്ഷയിൽ വേണമെങ്കിൽ ഏത് ചോദ്യം വരാം? കമലാ ലക്ഷ്മണം എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ആരാണ്? നമ്മുടെ ആർ രാജശ്രീ തന്നെയാണ്. കല്യാണിയും ദാക്ഷായണിയും ആ നോവലിലെ ചിത്രസേനൻ എന്ന കഥാപാത്രത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള നോവലാണ് കമലാ ലക്ഷ്മണം. അടുത്ത ചോദ്യം എന്തായിരുന്നു? യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന. ചോദ്യത്തിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരവും അല്ലെ. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിലെ തെറ്റായ പ്രസ്താവന. ചോദ്യം ഒന്നുകൂടി വായിച്ചാൽ കാര്യം മനസ്സിലാകും. ഇതൊരു അനുഷ്ഠാന കലാരൂപമല്ല, ഇതൊരു നാടോടി കലാരൂപമാണ്. ഇതാണ് യക്ഷഗാനം അല്ലെ. യക്ഷഗാനത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ നാടോടി കലാരൂപമാണ് യക്ഷഗാനം. കർണാടകത്തിലെ തീരപ്രദേശങ്ങളാണ് യക്ഷഗാനത്തിന്റെ കേന്ദ്രം. കേരളത്തിലെ തനത് നൃത്തകലയായ കഥകളിയുമായി നല്ലതുപോലെ സാമ്യമുണ്ട്. ഏതിന്? യക്ഷഗാനത്തിന്. ബലയാട്ടം എന്നല്ല, ബയലാട്ടം എന്നാണ് യക്ഷഗാനത്തിന്റെ മറ്റൊരു പേര്. കഥകളിയിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? കഥകളിയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കില്ല. പക്ഷെ യക്ഷഗാനത്തിലേക്ക് വരുമ്പോഴോ കഥാപാത്രങ്ങൾ സംസാരിക്കാറുണ്ട് എന്നുള്ളത് ഇതിനെ കഥകളിയിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. പിന്നെ ഉടുത്തുകെട്ടലിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഒരുപാട് വ്യത്യാസങ്ങളെക്കാൾ ഏറെ സാമ്യങ്ങളാണ് കഥകളിയും യക്ഷഗാനവും തമ്മിൽ ഉള്ളത്. പ്രധാനമായിട്ടും ഉത്തര കന്നഡ, ഷിമോഗ, ഉടുപ്പി, ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളിലാണ് യക്ഷഗാനം കൂടുതലായി കാണാവുന്നത്. കേരളത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. 400 വർഷത്തെ പഴക്കം അവകാശപ്പെടുന്ന ഒരു നാടോടി കലാരൂപം കൂടിയാണ് ഏത്? യക്ഷഗാനം. നൃത്തവും അഭിനയവും സാഹിത്യവും സംഗീതവും എല്ലാം ചേർന്ന യക്ഷഗാനം കാസർഗോഡ് മുതൽ വടക്കോട്ടുള്ള കൊങ്കൺ തീരങ്ങളിൽ ചിലയിടത്താണ് ഇപ്പോഴും കാണാനാവുക. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാർത്ഥി സുബ്ബയ്യയാണ് കേട്ടോ. അവസാനത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ സ്ഥാപിച്ചത് അത് തലശ്ശേരിയിലാണ്.
കീലേരി കുഞ്ഞിക്കണ്ണനാണ്. 1901 പക്ഷെ ഇത് ഇന്ത്യയിലെ ആദ്യത്തെയാണോ, ഇന്ത്യയിലെ രണ്ടാമത്തെ എന്നാണ് അറിവ്. കേരള സർക്കസിന്റെ പിതാവായിട്ട് പരിഗണിക്കുന്ന വ്യക്തിയാണ് ആര്? കീലേരി കുഞ്ഞിക്കണ്ണൻ. 1901 ചിറക്കരയിലാണ് അദ്ദേഹം സ്കൂൾ ആരംഭിക്കുന്നത്. ചിറക്കര കൊല്ലം ജില്ലയിലെ ചിറക്കരയല്ല കേട്ടോ, കണ്ണൂർ ജില്ലയിലെ ചിറക്കരയാണ്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും സർക്കസ് സ്കൂൾ ആയിരുന്നു ഇത്. കീലേരി കുഞ്ഞിക്കണ്ണന്റെ കീഴിൽ സർക്കസ് അഭ്യസിച്ച പരിയാളി കണ്ണനാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനിയായ മലബാർ ഗ്രാൻഡ് സർക്കസ് 1904 ആരംഭിച്ചത്. 1878 ഒക്ടോബർ 5 മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ വിഷ്ണുപന്ത് ഛത്രേ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർക്കസ് അവതരിപ്പിച്ചു. ഈ ചരിത്ര സംഭവം രാജ്യത്തിന്റെ വിനോദ രംഗത്തിന് പുതിയ ദിശ നൽകുകയും ഇന്ത്യൻ വിനോദ ലോകത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ സർക്കസ് സ്കൂള് വിഷ്ണുപന്ത് ഛത്രയുടെ പേരിലാണ് എന്നാണ് എൻ്റെ അറിവ്. ഇന്ത്യയിലെ രണ്ടാമത്തെ സർക്കസ് സ്കൂളും കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂളുമാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ സ്ഥാപിച്ചത് എന്നാണ് ചിലയിടങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അപ്പോ ഇത്രയും ചോദ്യങ്ങളായിരുന്നു മലയാളത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ. ഇതിലെ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ, ഇനി വരുന്ന പരീക്ഷകളിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും എന്തായി വരാൻ സാധ്യതയുണ്ട്? ഉത്തരങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നിലയിൽ വേണം ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യനെയും ക്വസ്റ്റ്യൻ പേപ്പറിനെയും നമ്മൾ പരിഗണിക്കാൻ. ഈ സെഷൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. PSCക്ക് ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ തുടർ പഠനത്തിന് ഇത് തീർച്ചയായും സഹായകരമാകും. അപ്പോ ഈ ക്ലാസ്സിനെ കുറിച്ചും ഈ സെഷനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമന്റ് രൂപത്തിൽ ഉൾപ്പെടുത്തും എന്ന വിശ്വാസത്തിൽ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.